വാട്സ് ഗുഡ് എവറിബഡി, വെൽക്കം ടു മോട്ടീവ് ക്യാമ്പസ്. സോ ഇപ്പോൾ വെക്കേഷൻ ഒക്കെ ആണല്ലേ. എനിക്കറിയാം നിങ്ങളെല്ലാവരും പഠിത്തമൊക്കെ ഒന്ന് നിർത്തിയിട്ട് കുറച്ച് ദിവസം ഒന്ന് ഫ്രീ ആയിട്ട് ചുമ്മാ അങ്ങനെ ഇരിക്കാം എന്ന് വിചാരിച്ചിരിക്കുകയായിരിക്കും. ഓക്കെ, പക്ഷെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഈ കിട്ടുന്ന സമയം ഫുൾ ടൈം ഇങ്ങനെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കരുത്. അതായത് വെറുതെ ഇങ്ങനെ കുറേ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക, കുറേ റീൽസ് ഇരുന്ന് കാണുക, ബിഞ്ച് വാച്ചിങ് ചെയ്യുക, അങ്ങനെ ഒരുപാട് സമയം ചെയ്തിട്ട് നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യരുത്. ഇതെന്റെ ഒരു റിക്വസ്റ്റ് ആണ്. പകരം ഇതൊക്കെ വേണം ഒരു സൈഡിൽ, പക്ഷെ ഒരു സൈഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ചെയ്യാം. സോ അത്തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു വെക്കേഷൻ ടൈമിൽ ഈ ഒരു 10 ദിവസം കൊണ്ട് ട്രൈ ചെയ്ത് നോക്കാവുന്ന 10 സ്കിൽസ് ആണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ആൻഡ് ഇനി പറഞ്ഞുതരാൻ പോകുന്ന 10 സ്കിൽസും നിങ്ങൾ ട്രൈ ചെയ്യണമെന്നില്ല. അതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഡെയിലി ഈ ഒരു വരുന്ന 10 ദിവസം ഉണ്ടല്ലോ, ഈ 10 ദിവസത്തിൽ ഡെയിലി ഒരു അരമണിക്കൂറെങ്കിലും അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാം. ഇത് നിങ്ങളെ വലിയൊരു കരിയറിലേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ വലിയൊരു പൊസിഷനിലേക്ക് എത്തിക്കാനോ അങ്ങനെ ഭയങ്കര പ്രധാനപ്പെട്ട ഒരു സ്കില്ലൊന്നും അല്ല കേട്ടോ. അങ്ങനെയൊന്നുമല്ല. ജസ്റ്റ് ഫോർ എ ഫൺ, ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ്, ആ ഒരു രീതിയിൽ നിങ്ങൾ എടുത്താൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ വെക്കേഷൻ ടൈം കുറച്ചുകൂടി എൻജോയ് ചെയ്യാനും കുറെ കൂടി പ്രൊഡക്റ്റീവ് ആക്കി മാറ്റാനൊക്കെ ഇതിലൂടെ സാധിക്കും. ഓക്കെ, അപ്പൊ ഞാൻ കുറെ നേരം പറഞ്ഞ് ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് നേരെ ആ സ്കിൽസിലേക്ക് പോകാം. അതിൽ ഒന്നാമത്തെ സ്കിൽ എന്ന് പറയുന്നത് ലേൺ ഡ്രോയിങ് അല്ലെങ്കിൽ സ്കെച്ചിങ് എന്നതാണ്. ചുമ്മാ വരച്ചു നോക്കാം. അതിലിപ്പോ നിങ്ങൾ ഭയങ്കര ഒരു ആർട്ടിസ്റ്റ് ആവണം, ആർട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ഭയങ്കര ഒരു പാഷൻ ആണ്, അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഫോർ എ ഫൺ. ഈ വരുന്നൊരു 10 ദിവസം ഒരു അരമണിക്കൂർ ഡെയിലി, അരമണിക്കൂർ അല്ലെങ്കിൽ വേണ്ട, ഒരു 10-15 മിനിറ്റ് നേരം എന്തെങ്കിലുമൊക്കെ ഒന്ന് വരച്ചു നോക്കിക്കൂടെ? ചുമ്മാ ഒരു രസമല്ലേ, ഒരു ടൈം പാസിന്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിലൊക്കെ കുറെ ട്യൂട്ടോറിയൽസ് ഉണ്ട്, അത് നോക്കിയിട്ട് അത് പ്രാക്ടീസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഡ്രോയിങ് പിൻട്രസ്റ്റില് അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ പോയി സെർച്ച് ചെയ്താൽ കിട്ടും ചെറിയ ചെറിയ ഇമേജസ്. അതൊക്കെ നോക്കിയിട്ട് ചുമ്മാ അതൊന്നും ഇങ്ങനെ വരച്ചു നോക്കാം. ഭയങ്കര രസമാണ്. അത് നിങ്ങളുടെ ഡ്രോയിങ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങളുടെ വിഷ്വൽ തിങ്കിങ് ഇംപ്രൂവ് ആവും. അതേപോലെ നിങ്ങളുടെ മൈൻഡിനൊന്ന് റിലാക്സ് ആക്കാനും കൺസെപ്റ്റുകളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, അതേപോലെ +1 +2 ആ ഒരു സമയത്തൊക്കെ കുറേ ഡ്രോയിങ്സ് ചെയ്യായിരുന്നു. കാരണം അപ്പൊ കയ്യിൽ ഒരുപാട് സമയമുണ്ട്. എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഹോബിയാണ് ഈ ഡ്രോയിങ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ കുറേ വരയ്ക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് കോളേജിൽ വർക്ക് ഉണ്ട്, അതേപോലെ അതിൻ്റെ ഇടയിൽ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യണം. അപ്പൊ എനിക്ക് സമയം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വരയും കുറെയൊക്കെ കുറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയുന്നത്, ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് സമയമുണ്ട്. സോ ഡ്രോ സംതിങ്, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ അത് ഫോട്ടോ എടുത്ത് എല്ലാ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യണം, നിങ്ങൾ വലിയൊരു ആർട്ടിസ്റ്റ് ആയിട്ട് മാറണം, അതൊന്നല്ല ഞാൻ പറയുന്നത്. ജസ്റ്റ് ഫോർ എ ഫൺ, ജസ്റ്റ് എൻജോയ് യുവർ ടൈം നല്ല ഒരു പ്രൊഡക്റ്റീവ് ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രോയിങ് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ടൈപ്പിംഗ് ഫാസ്റ്റ് ആണ്. അതായത് ഫാസ്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യാൻ പഠിക്കുക. ഫോണിലല്ല ഞാൻ ഉദ്ദേശിച്ചത്, കീബോർഡിൽ. അതായത് നമ്മളുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനൊക്കെ കീബോർഡ് ഉണ്ടല്ലോ, അതിൽ ടൈപ്പ് ചെയ്ത് പഠിക്കാം. അപ്പൊ നമ്മുടെ സാധാരണഗതിയിൽ ആളുകൾ എങ്ങനെയാ ടൈപ്പ് ചെയ്യുക? ഈ 2 ഫിംഗേഴ്സ് എടുക്കും, എന്നിട്ട് കീബോർഡിൽ നോക്കിയിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്യും. പക്ഷെ അതല്ല ശരിക്കും ടൈപ്പ് ചെയ്യാനുള്ള രീതി, അത് തെറ്റായ രീതിയാണ്. ശരിക്കും ഉണ്ടല്ലോ, നമ്മൾ ഈ കീബോർഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മളെ 10 ഫിംഗേഴ്സും യൂസ് ചെയ്ത് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനെ ടച്ച് ടൈപ്പിംഗ് എന്നാണ് പറയാം. നിങ്ങൾ ഇനി കീബോർഡ് കിട്ടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഈ ജെ എന്ന ലെറ്ററിലും എഫ് എന്ന ലെറ്ററിലും ആ ലെറ്റേഴ്സിന്റെ മുകളിലായിട്ട് ഒരു ലൈൻ ഉണ്ടാവും, ഒരു ബംപ് ഉണ്ടാവും. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജെ എന്ന ലെറ്ററിൽ നമ്മുടെ റൈറ്റ് ഇൻഡെക്സ് വെക്കണം, എഫ് എന്ന ലെറ്ററിൽ ലെഫ്റ്റ് ഇൻഡെക്സ് ഫിംഗർ വെക്കണം. ഇങ്ങനെ വെച്ചിട്ട് ബാക്കി എ ലെറ്റർ, എസ്, ഡി, എഫ് ആൻഡ് ദെൻ ജെ, കെ, എൽ, എം. പിന്നെ ഈ 2 തംസ് ഉണ്ടല്ലോ, ഇത് സ്പേസ് ബാറിൽ വരും. ഞാൻ ഒരു ഇമേജ് നിങ്ങൾക്ക് കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു രീതിയിലാണ് നമ്മൾ കീബോർഡിൽ കൈ വെക്കേണ്ടത് അല്ലെങ്കിൽ വിരലുകൾ വെക്കേണ്ടത്. ദെൻ ബാക്കി വരുന്ന ലെറ്റേഴ്സ് ഒക്കെ നമ്മൾ 10 ഫിംഗേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. ആൻഡ് അങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലോ നമുക്ക് ഈ കീബോർഡിൽ നോക്കാതെ ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ആക്ച്വലി ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്, ഒന്ന് പഠിച്ചു നോക്കാം എന്ന് വിചാരിച്ച് പഠിച്ചതാണ്. ആൻഡ് ലെറ്റ് മീ ടെൽ യു, ഇതിപ്പോ എനിക്ക് ഭയങ്കര 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 ഹെൽപ്ഫുൾ ആയ ഒരു സ്കില്ലാണ്. അതിപ്പോ എനിക്ക് സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്താണെങ്കിലും ശരി, അതല്ല കോളേജിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ശരി, ടച്ച് ടൈപ്പിംഗ് ഇസ് എ ടൈം സേവർ. ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. നമ്മളുടെ വർക്ക് നന്നായിട്ട് ഫാസ്റ്റ് ആക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. സോ ടച്ച് ടൈപ്പിംഗ് പറ്റുകയാണെങ്കിൽ പഠിച്ചു നോക്കുക. 10 ദിവസം മതി. 10 ദിവസം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു ഗെയിം കളിക്കുന്ന പോലെയാണ്. ഇനീഷ്യലി ഭയങ്കര ഹാർഡായിരിക്കും. നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ കുറേ മിസ്റ്റേക്സ് പറ്റും. പക്ഷെ ടൈപ്പ് ചെയ്ത് നമ്മൾ ഓരോ ഗെയിമിൽ ഇങ്ങനെ പുതിയ ലെവലിലോട്ട് പോകില്ലേ, അതേപോലെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ് ആൻഡ് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു സ്കില്ലാണ്. ഇനി മൂന്നാമത്തെ സ്കില്ല്, അതാണ് ക്യാൻവ ഡിസൈനിങ്. നിങ്ങൾ ക്യാൻവ എന്നൊരു പ്ലാറ്റ്ഫോം കേട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ കേൾക്കണം, ട്രൈ ചെയ്യണം. ക്യാൻവ എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റ് ആണ്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡിസൈൻസ് ചെയ്യാൻ പറ്റും.
ഇപ്പൊ പോസ്റ്റർ ഡിസൈനിങ്ങോ തംബ്നെയിൽ ഡിസൈനിങ് ആവാം, അല്ലെങ്കിൽ എന്തോ ആവാം, ലോഗോ ഡിസൈനിങ് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിസൈൻ ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതിൽ കുറെ ടെംപ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അതിൽ നിങ്ങളുടെ കോണ്ടന്റ് വെച്ചിട്ട് ചേഞ്ച് ചെയ്ത് ഡിസൈൻസ് ഉണ്ടാക്കിയാൽ മതി. ഭയങ്കര ഒരു അടിപൊളി പ്ലാറ്റ്ഫോമാണ്. ഇപ്പൊ റീസെന്റ് ഞങ്ങളുടെ കോളേജിൽ ഒരു ഇന്റർവ്യൂ നടന്നിട്ടുണ്ടായിരുന്നു കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പൊസിഷനിലേക്ക്. അപ്പൊ അവിടെ വന്നവരിൽ നോക്കിയ ഒരു സ്കില്ല് എന്ന് പറയുന്നത് ഈ ഡിസൈനിങ് ആയിരുന്നു, ക്യാൻവ ഡിസൈനിങ്. സോ നിങ്ങൾക്ക് ഈ ഡിസൈനിങ്ങിനോടൊക്കെ താല്പര്യമുണ്ട്, എന്നാൽ ഈ ഫോട്ടോഷോപ്പ്, ഇല്ലസ്ട്രേറ്റർ, ഇൻഡിസൈൻ ഇതൊന്നും യൂസ് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്യാൻവയിൽ സ്റ്റാർട്ട് ചെയ്യാം. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡിസൈനിങ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാറ്റ്ഫോമാണ് ക്യാൻവ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെ കൊണ്ടുവരാൻ പറ്റും. ഇനി നാലാമത്തെ കാര്യം പബ്ലിക് സ്പീക്കിംഗ് ആണ്. പബ്ലിക് സ്പീക്കിംഗ്, 4 ആൾക്കാരുടെ മുന്നിൽ നിന്ന് ഒരു കാര്യം പറയാൻ പറ്റുന്ന സ്കില്ല്. അതായത് ഇപ്പൊ നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ക്ലാസ്സിലൊക്കെ എന്തെങ്കിലും സെമിനാർ എടുക്കുക, അല്ലെങ്കിൽ ചെറിയൊരു സെഷൻ എടുത്ത് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ കുട്ടികളുടെ മുന്നിൽ ചെന്നിക്കുമ്പോൾ ഭയങ്കര ഒരു പേടിയാണ് അല്ലെ. നമ്മൾ ചിലപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നാലും അവരെ മുന്നിൽ എത്തുമ്പോൾ ചേടാ ഞാനിപ്പോ എന്താ പഠിച്ചേ, ഞാനിപ്പോ എന്താ പറയണ്ടേ, ചിലർക്ക് ചെറിയ വിറയലൊക്കെ വരും. ഭയങ്കര പേടിയാണ് പല ആളുകൾക്കും. അപ്പൊ അത് മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു 10 ദിവസം നിങ്ങൾക്ക് യൂസ് ചെയ്തൂടെ? പറ്റും. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഒന്നുമില്ല, സിമ്പിൾ ആണ്. 10 ദിവസത്തേക്ക് 10 ടോപ്പിക്സ് സെലക്ട് ചെയ്ത് വെക്കാം. അതിപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക് ആവാട്ടോ. ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഫേവറേറ്റ് മൂവി ആയിരിക്കാം, മൂവിയെ പറ്റി സംസാരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫേവറേറ്റ് മെമ്മറി, നിങ്ങൾക്ക് പോകാൻ ഇഷ്ടമുള്ള ഒരു പ്ലേസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ നടന്ന വളരെ നല്ലൊരു ഇൻസിഡന്റ്, അങ്ങനെ എന്തോ 10 ദിവസത്തേക്ക് 10 ടോപ്പിക്സ് ജസ്റ്റ് റാൻഡം ആയിട്ട് കണ്ടുപിടിച്ച് വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഓരോ ദിവസവും ഒരു ടോപ്പിക് എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ മൊബൈൽ ക്യാമറ ഓൺ ആക്കുക, റൂമിൽ കയറുക, വാതിലൊക്കെ അടച്ച് കുറ്റിയിടുക. എന്നിട്ടൊരു 5 മിനിറ്റ് നേരം ആ ഒരു വീഡിയോ ക്യാമറയിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പറയാ, ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് സംസാരിക്കുക. ഒരു 5 മിനിറ്റ് മതി, കുറെ നേരമൊന്നും വേണ്ട. ഇങ്ങനെ നിങ്ങൾ 10 ദിവസത്തേക്ക് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് കാണാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും, അല്ല ഈ ഫോണിൽ ഇപ്പൊ ഇതിങ്ങനെ ആരും ഇല്ലാത്ത നേരത്ത് ഒറ്റയ്ക്കിരുന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യം എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, അത് കുറച്ച് ഹാർഡാണ് ആക്ച്വലി ഈ ക്യാമറയുടെ മുന്നിൽ ഒരു കാര്യം സംസാരിക്കുക എന്ന് പറയുന്നത്. സംശയം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ആരും ഇല്ലാത്ത സമയത്ത് റൂമിൽ കയറിയിട്ട് വാതിലൊക്കെ അടച്ച് ഒരു 5 മിനിറ്റ് നേരം വീഡിയോ ഓൺ ആക്കിയിട്ട് എന്തെങ്കിലും സംസാരിച്ചു നോക്കുക. നിങ്ങൾക്ക് സാധാരണ സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ പറ്റില്ല. അത് ആക്ച്വലി ഒരു സ്കില്ലാണ്. അത് നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സ്കില്ലാണ്. ആൻഡ് വൺസ് നിങ്ങൾ അതിലൊന്ന് കംഫർട്ട് ആയി കഴിഞ്ഞാൽ അത് നിങ്ങളെ പബ്ലിക് സ്പീക്കിംഗിലേക്ക് വരുമ്പോൾ അത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ പബ്ലിക് സ്പീക്കിംഗ് ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് സ്കിൽ. അതിപ്പോൾ സ്കൂളിൽ നിന്നല്ല, നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ഇത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്കില്ലാണ്. നെക്സ്റ്റ് മൈൻഡ് മാപ്പിംഗ് ആണ്. യെസ്, മൈൻഡ് മാപ്പിംഗ്. ഇതെന്ന് പറയുന്നത് നോട്ട് ടേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ സാധാരണ ഗതിയിൽ നമ്മൾ എങ്ങനെ നോട്ട്സ് എഴുതാറ്, കുറെ ഇങ്ങനെ പാരഗ്രാഫ് ആയിട്ട് കുറെ എഴുതി വെക്കും. പക്ഷെ ഇതിങ്ങനെ എഴുതാനും ബോറിംഗ് ആണ്, അതേപോലെ അത് നോക്കി പഠിക്കാനാണെങ്കിലും ബോറിംഗ് ആണ്. അപ്പൊ അവിടെയാണ് ഈ മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് വരുന്നത്. ഇതെന്താന്ന് വെച്ചാൽ നിങ്ങൾ മെയിൻ ടോപ്പിക് സെന്ററിൽ എഴുതും. അതിനുശേഷം ബ്രാഞ്ചസ് ഇട്ടിട്ട് അതിനെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, കീ പോയിന്റ്സും സബ് ഹെഡിങ്സ് ഒക്കെ നിങ്ങൾ വേറെ ഒരു സർക്കിൾ അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ കൊടുക്കും. ഞാൻ ഫിഗർ ജസ്റ്റ് കാണിച്ചാൽ കേട്ടോ, അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളെ വിഷ്വലി നിങ്ങളുടെ പഠനം ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ കാര്യങ്ങൾ ഓർത്തിരിക്കാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പെട്ടെന്ന് ആ ഒരു ഫിഗർ നോക്കിയാൽ തന്നെ ഒരു എസ്സേയിലുള്ള മൊത്തം കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർത്തെടുക്കാനായിട്ട് പറ്റും. അതിന് നിങ്ങൾക്ക് കുറെ കളേഴ്സും ഡിഫറെന്റ് ഫോൺസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് വളരെ 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 ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റാൻ പറ്റും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ക്രിയേറ്റിവിറ്റി. ആൻഡ് നിങ്ങൾ ഈ 10 ദിവസം ഇതിനെപ്പറ്റി ഒന്ന് പഠിച്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൈൻഡ് മാപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പഠനത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അടുത്തൊരു സ്കില്ല് ബേസിക് കോഡിംഗ് ആണ്. നിങ്ങൾ ഈ കമ്പ്യൂട്ടർ സയൻസിലൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ കോഡിംഗ് പഠിക്കാം. 10 ദിവസം മതി, ജസ്റ്റ് ഒരു ബേസിക് ലെവലുള്ള കോഡിംഗ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ പൈത്തൺ ആവാം, സി ആവാം, അല്ലെങ്കിൽ HTML, CSS, JavaScript അങ്ങനെ ആവാം, വാട്ട് എവർ. നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വലിയ അഡ്വാൻസ് ലെവലിലോട്ടൊന്നും പോകണ്ട. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബ് നോക്കി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് സിമ്പിൾ ട്യൂട്ടോറിയൽസ് ഉണ്ടാവും. അപ്പൊ അത് വാച്ച് ചെയ്തിട്ട് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി എടുക്കുക. എന്നിട്ട് കുഞ്ഞു പ്രൊജക്ട്സ് ഒക്കെ ചെയ്ത് നോക്കുക. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലോട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ആൻഡ് വൺസ് ആ ഒരു 10 ദിവസം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് കണ്ടിന്യൂ ചെയ്യാലോ. ആൻഡ് മേ ബി ഇപ്പൊ നിങ്ങളിപ്പോ ഈ ന്യൂസിലും അല്ലെങ്കിൽ ഫോണിലൊക്കെ തന്നെ കാണുന്നുണ്ടാവും, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി വെബ്സൈറ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്.
സോ ഇന്നത്തെ കാലത്ത് ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ കോഡിംഗ് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ഈസിലി ആക്സസിബിൾ ആണല്ലോ. അപ്പൊ അതൊക്കെ ഇത് മാക്സിമം യൂസ് ചെയ്യുക. ഈ ഒരു 10 ദിവസം ജസ്റ്റ് ബേസിക് കോഡിംഗ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പഠിച്ചു നോക്കുക. മേ ബി ചിലപ്പോൾ നിങ്ങൾ ഒരു വെബ് ഡെവലപ്പർ അല്ലെങ്കിൽ ഒരു ആപ്പ് ഡെവലപ്പറൊക്കെ ആയി മാറിയാലോ. റൈറ്റ്. അടുത്തത് കുക്കിംഗ് ആണ്. യെസ്, എന്തെങ്കിലുമൊക്കെ പോയിട്ട് കുക്ക് ചെയ്യുക. 10 ദിവസം ഉണ്ടല്ലോ, 10 ഡിഷസ് ലിസ്റ്റ് ചെയ്യുക. ചെറിയ ചെറിയ ഡിഷസ് കേട്ടോ. അത് മേ ബി ഒരു ഓംലേറ്റ് ആവാം, ബ്രെഡ് ഓംലേറ്റ് ആവാം, അല്ലെങ്കിൽ ചെറിയൊരു കുഞ്ഞൊരു കേക്ക് ആവാം, വാട്ട് എവർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു 10 ഫുഡ് ഐറ്റംസ് ലിസ്റ്റ് ചെയ്യുക. എന്നിട്ട് അത് നിങ്ങൾ അങ്ങോട്ട് കുക്ക് ചെയ്യുക. നിങ്ങൾ കിച്ചണിൽ പോയിട്ട് അമ്മ മറിക്ക്, ഇന്ന് ഞാനാണ് കുക്ക് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, അങ്ങോട്ട് കുക്ക് ചെയ്ത് തുടങ്ങുക. കൊളാവാണെങ്കിൽ കൊളാവട്ടെ, ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. ഇത് ശരിക്കും ആ ഒരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അത് ഭയങ്കര രസമാണ്. കുറെ ഫൺ മൊമെന്റ്സും കുറെ ലേണിംഗ് മൊമെന്റ്സ് ഒക്കെ ഉണ്ടാവും. ഭയങ്കര രസമാണ്. ആൻഡ് ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡ് ഭയങ്കര അടിപൊളിയാവും, ബട്ട് ചിലപ്പോൾ കുറച്ച് മോശമാവും. വാട്ട് എവർ, റിസൾട്ട് നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് അത് എൻജോയ് ചെയ്യുക. ആൻഡ് ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, 10 ദിവസം കൊണ്ട് എന്തായാലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ഇനിയിപ്പോ വീട്ടിലെ അമ്മ ഞാനിന്ന് ഉണ്ടാവില്ല കേട്ടോ, ഞാൻ വീട്ടിലേക്ക് പോവാ എന്ന് പറഞ്ഞാലും ഇറ്റ്സ് ഓക്കെ മാം, ഞാൻ ഒറ്റയ്ക്ക് കുക്ക് ചെയ്തോളാം, എനിക്ക് കുക്ക് ചെയ്യാനൊക്കെ അറിയാം എന്ന് പറഞ്ഞിരിക്കാലോ. സോ കുക്കിംഗ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്കില്ലാണ്, ട്രൈ ചെയ്ത് നോക്കുക. 8ാമത്തെ സ്കില്ല് മെഡിറ്റേഷൻ ആണ്. മെഡിറ്റേഷൻ ആൻഡ് ഫോക്കസ്ഡ് ട്രെയിനിങ്. ഇപ്പോൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. പക്ഷെ അവർക്ക് ട്യൂഷൻ ആണ്, അല്ലെങ്കിൽ സ്കൂളിലേക്ക് നേരത്തെ പോകണം, സമയമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നത്തേക്ക് ഇങ്ങനെ മാറ്റിക്കും. അപ്പൊ ഇതുവരെ അത് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, എനിക്കറിയാം. സോ ഇത് നിങ്ങൾക്ക് ആ ഒരു മെഡിറ്റേഷൻ എന്നൊരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ടൈമാണ്. ഡെയിലി ഒരു 5 മിനിറ്റ് മതി, 5 മിനിറ്റ് നേരം. അത് ഒന്നല്ലെങ്കിൽ രാവിലെ ആവാം, അല്ലെങ്കിൽ നൈറ്റ് ആവാം. രാവിലെയാണ് ഏറ്റവും ബെറ്റർ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. സോ രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് മെഡിറ്റേഷൻ ചെയ്യാം. ജസ്റ്റ് നിങ്ങളുടെ ബ്രീത്തിൽ കണ്ണടച്ചിരിക്കുക, എന്നിട്ട് നിങ്ങളുടെ ബ്രീത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാം. അപ്പൊ എങ്ങനെ മെഡിറ്റേഷൻ ചെയ്യണം, അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളുടെ മോട്ടീവ് ഫോക്കസ് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മേക്ക് ഷുവർ ടു വാച്ച് ദോസ് വീഡിയോസ്. ഒന്നിലധികം വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യുക. അത് നോക്കി പഠിച്ചിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇത് നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കാനും ഫോക്കസ് കൂട്ടാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഇന്നത്തെ കാലത്ത് വളരെ ആവശ്യമുള്ള ഒരു സ്കില്ല് കൂടിയാണ്. അടുത്തൊരു സ്കില്ല് ഫോട്ടോഗ്രാഫിയാണ്. ഫോട്ടോഗ്രാഫി വിത്ത് യുവർ ഫോൺ. നിങ്ങളൊരു ക്യാമറ പോയിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ടല്ലോ, സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ഫോട്ടോസ് എടുക്കുക, ഫോട്ടോഗ്രാഫി പഠിക്കുക. ഇപ്പൊ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ തന്നെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിനെ കാണാൻ പറ്റും. ഫോൺ ഉപയോഗിച്ച് നല്ല അടിപൊളി പിക്ചേഴ്സും വീഡിയോസ് ഒക്കെ എടുത്തിട്ട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവര്. സോ ഇപ്പൊ ഒന്നും വേണ്ട, ഞാനിപ്പോ എന്റെ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് തന്നെ എന്റെ ഫോൺ ഉപയോഗിച്ചിട്ടാണ്. സോ നമ്മളുടെ ഫോണൊക്കെ ഇപ്പൊ അത്രയും പവർഫുൾ ആണ്. അപ്പൊ അതുകൊണ്ട് ഫോട്ടോഗ്രാഫി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു ഫോൺ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. 10 ദിവസം ഉണ്ടല്ലോ, 10 സബ്ജക്ട്സ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോട്ടോ എടുക്കുക. അപ്പൊ ഈ ഫോട്ടോയിൽ തന്നെ ഇങ്ങനെ ഗ്രിഡ് ഉണ്ട്, കുറെ ഗ്രിഡ്സ്, ലേഔട്ട്സ്, പിന്നെ ഗോൾഡൻ അവർ, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അത് നിങ്ങൾ അതിലോട്ട് ഇങ്ങനെ പഠിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. നിങ്ങൾ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കാതെ പുറത്തോട്ടൊക്കെ പോയിട്ട് നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. ഭയങ്കര എൻജോയ് ചെയ്തുകൊണ്ട് ഈ ഒരു വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്കില്ലാണ് ഈ ഫോട്ടോഗ്രാഫി വിത്ത് യുവർ ഫോൺ. സോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ലാസ്റ്റ് സ്കില്ല്, ലേൺ ഫൈനാൻസിനെ കുറിച്ച് പഠിക്കാം. മേ ബി നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പോക്കറ്റ് മണി ഉണ്ടാവും. ഇപ്പോൾ ഗ്രാൻഡ് പാരന്റ്സും ഒക്കെ തരുന്ന പോക്കറ്റ് മണി ഉണ്ടാവും. അല്ലെങ്കിൽ മേ ബി നിങ്ങൾ ചെറിയ വർക്കൊക്കെ ചെയ്ത് കുറച്ചൊക്കെ പോക്കറ്റ് മണി ഉണ്ടാക്കുന്ന ആൾക്കാരായിരിക്കാം. വാട്ട് എവർ, കുറച്ച് പോക്കറ്റ് മണി ഉണ്ടാവല്ലോ. ആ പൈസ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഈ പൈസ ശരിക്കും വർക്ക് ആവുന്നത്, എവിടെയാണ് നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സേവ് ചെയ്യേണ്ടത് എന്നൊക്കെ പഠിക്കാം. ആക്ച്വലി ഈ ഫൈനാൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നുണ്ടല്ലോ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ്. അല്ലാതെ നമ്മൾ എത്ര പൈസ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, അത് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഫൈനാൻസ് മാനേജ്മെന്റിൽ ചെയ്ത വൺ ഓഫ് ദി ബെസ്റ്റ് കാര്യമാണ് ഡെയിലി പൈസ ട്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് ഞാൻ എത്ര പൈസ എനിക്ക് ഡെയിലി വരുന്നുണ്ട്, എത്ര പൈസ ഞാൻ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതിപ്പോ ഒരു 50 രൂപയാണെങ്കിലും 100 രൂപയാണെങ്കിലും ഒക്കെ ഞാൻ എന്ത് ചെയ്യും, എന്റെ ഫോണിൽ ഒരു എക്സ്പെൻസ് മാനേജർ എന്നൊരു ആപ്പ് ഉണ്ട്, അത് വെച്ച് ട്രാക്ക് ചെയ്യും. സോ ദാറ്റ് എനിക്ക് വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ എത്ര പൈസ എവിടൊക്കെ കൊണ്ടുപോയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും ഞാൻ എന്തിനൊക്കെയാണ് പൈസ സ്പെൻഡ് ചെയ്യുന്നത്, ഇതിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്, ആവശ്യം ഇല്ലാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ വേർതിരിച്ചറിയാനായിട്ട്, ഒരു സെൽഫ് അവയർനെസ് ഉണ്ടാക്കാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ ഈ ഒരു 10 ദിവസം എന്ത് ചെയ്യുക, ഫൈനാൻസിനെ കുറിച്ച് കുറച്ചൊക്കെ പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇതാണ് 10 സ്കിൽസ്. അപ്പൊ ഈ ഒരു 10 ദിവസം നിങ്ങൾ കുറെ മണിക്കൂറുകൾ നേരം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് ഒരു 10 to 30 മിനിറ്റ്സ് ഒന്ന് സ്പെൻഡ് ചെയ്യുക. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ അതിൽ എന്താ പറയാ ഭയങ്കര ഒബ്സസ്ഡ് ആയി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഭയങ്കര ഇഷ്ടമായി കഴിഞ്ഞാൽ
ഇത് 30 മിനിറ്റ്സ് ഒന്നും ആവൂല. ഡെയിലി 3, 4, 5, 6 മണിക്കൂറൊക്കെ ഡെയിലി നിങ്ങൾ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഇൻട്രസ്റ്റ്. സോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ 10 സ്കിൽസിൽ 10 ഒന്നും നിങ്ങൾ സെലക്ട് ചെയ്യണമെന്നില്ല. ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യുക. എന്നിട്ട് അതെങ്ങനെയുണ്ട് അതിനെക്കുറിച്ച് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഈ ഒരു 10 ദിവസം നിങ്ങൾ യൂസ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ഇത് ഇനിയും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകണോ അല്ലെങ്കിൽ ഇനി വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പഠിക്കണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു റിക്വസ്റ്റ് ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾക്ക് കിട്ടുന്ന ഈ സമയം മുഴുവൻ ബിഞ്ച് വാച്ചിങ് ചെയ്ത് ഗെയിം കളിച്ച് റീൽസ് കണ്ടുകൊണ്ട് സമയം കളയരുത്. കുറച്ച് ടൈം അതിനുവേണ്ടി മാറ്റി വെക്കുക. ബാക്കി കുറച്ച് ടൈം ഈ പറഞ്ഞ പോലെ പ്രൊഡക്റ്റീവ് ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുള്ള വീഡിയോകളൊക്കെ യൂസ് ആയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് follow for more. Have a great day.